നാട്ടിലെ സിമ്മ് കട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ 20 രൂപ റീചാർജ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ 3 മാസത്തിൽ കൂടുതലായി താമസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ സിമ്മ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സിമ്മ് ഡീആക്ടിവേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് വെറും 20 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി എന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും 20 രൂപയ്ക്ക് എൻ്റെ സിമ്മിൽ റീചാർജ് ചെയ്തിട്ട് ദുബായിലേക്ക് പോയിട്ടുള്ളത്. 6 മാസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്ന് വീണ്ടും ആ സിമ്മ് യൂസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ സിമ്മ് പൂർണ്ണമായി കട്ടായിട്ടുള്ളതാണ് എനിക്കറിയാൻ സാധിച്ച വിവരം. അതിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു റീചാർജ് ഓപ്ഷൻ, അതായത് 20 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ആകില്ല എന്നൊരു ഓപ്ഷൻ അവരുടെ റീചാർജ് ഓപ്ഷൻ ഇല്ല എന്ന്. ട്രായ് ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നിട്ടില്ല എന്നുമാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ആ സിമ്മിലാണ് എൻ്റെ എല്ലാ ബാങ്കിങ് അക്കൗണ്ടുകളും ബാക്കിയുള്ള GPay UPI ഫെസിലിറ്റീസും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഈ നമ്പറുമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്കിത് ആക്റ്റീവായി കിട്ടിയാലേ മതിയാകുള്ളൂ. ഭാഗ്യവശാൽ എനിക്ക് ആ നമ്പർ റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ അവർ പറയുന്നത് സാധാരണഗതിയിൽ ചിലപ്പോൾ ഈ നമ്പർ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാനായിട്ടുള്ള പ്രയാസം വളരെ വലുതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. നമുക്കത് കിട്ടാനായിട്ടുള്ള സാധ്യത പോലും ചിലപ്പോൾ ഇല്ലാതാകാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ സിമ്മിൽ ഇപ്പോഴും ഒരു ആക്റ്റീവ് ഒരു പ്ലാൻ നിലവിലുണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ കുറേ കാലമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.